നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം നോട്ടി പ്രൊഫസർ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടെ വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. അതായത് നമ്മൾ ക്രോം ബ്രൗസർ ആയാലും ഏതൊരു ബ്രൗസർ ആയാലും നമ്മൾ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് ഇൻ്റർനെറ്റ് നമ്മൾ ഒരുപാട് വെബ്സൈറ്റുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഒരുപാട് കാര്യത്തിന് വേണ്ടി ഒരുപാട് വെബ്സൈറ്റുകൾ സെർച്ച് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ പല വെബ്സൈറ്റുകൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫോണിലേക്ക് കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നുന്ന പല വീഡിയോകൾ നമ്മൾ പല ബ്രൗസറുകളിലും പല വെബ്സൈറ്റുകളിലും കാണാറുണ്ട്. നമുക്ക് ആവശ്യപ്പെടുന്ന പല വീഡിയോകളും ഡൗൺലോഡ് ചെയ്യുവാനായിട്ട് ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധ്യമല്ല. അതായത് ക്രോമിൽ നിന്നാണെങ്കിൽ പോലും നമുക്ക് സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷേ അതെങ്ങനെയാണ് ചെയ്യുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. വളരെ സിമ്പിളായിട്ടൊരു ആപ്ലിക്കേഷൻ സഹായത്തിലൂടെ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മിക്കവാറും ഒരു 95% വീഡിയോകളും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അതിപ്പോൾ ഏത് വെബ്സൈറ്റിൽ നിന്നായാലും, ചിലപ്പോൾ 1-2 വെബ്സൈറ്റുകളൊക്കെ അത് സപ്പോർട്ടഡ് അല്ലാതെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്ത വെബ്സൈറ്റ് ഉണ്ടാവും. അതേ വീഡിയോ തന്നെ മറ്റ് പല വെബ്സൈറ്റുകളിലും കാണും. അത് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നല്ലൊരു ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആരംഭിക്കാം. നമ്മൾ ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം വീഡിയോ ഡൗൺലോഡർ എന്ന് സെർച്ച് ചെയ്യാം. അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിയുമ്പോൾ ഈ ഒരു ലോഗോയോട് കൂടി ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഡൗൺലോഡർ ഫ്രീ വീഡിയോ ഡൗൺലോഡർ ആപ്പ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഇതിൻ്റെ ലോഗോ എന്ന് പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഈ ആപ്ലിക്കേഷൻ ഒരു ബ്രൗസർ പോലെ തന്നെയാണ് ഇതും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ലോഡ് ആവാൻ ഒരു വെയിറ്റ് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ പെർമിഷൻസ് എല്ലാം അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ നോക്കുന്ന സമയത്ത് കാണാനായിട്ട് സാധിക്കും ഇതൊരു ബ്രൗസർ തന്നെയാണ്. അതിനുശേഷം നമുക്കിവിടെ എന്താ സെർച്ച് ചെയ്യേണ്ടത്, നമുക്കിവിടെ എന്തെങ്കിലും ഒരു വെബ്സൈറ്റിൻ്റെ പേര്, നിങ്ങൾക്ക് ഏത് വെബ്സൈറ്റാണ് വീഡിയോ ഡൗൺലോഡ് ചെയ്യേണ്ടത് അതിൻ്റെ ലിങ്ക് അവിടെ പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം അവിടെ ഒരു സെർച്ച് വരും. അതിനുശേഷം നമുക്ക് യൂട്യൂബ് അല്ലാതെ ഏതെങ്കിലും ഒരു ബ്രൗസർ, ഒരു സൈറ്റ് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കിവിടെ ഒരു വെബ്സൈറ്റ് കിട്ടിയിട്ടുണ്ടോ, അതൊന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ഒരുപാട് തരത്തിലുള്ള വീഡിയോസ് ഉണ്ട്. ഏതെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഈ ഒരു ബട്ടൺ, ഒരു നീല ബട്ടൺ നമ്മളെ കാണിച്ചിട്ടുണ്ട്. ആ ഒരു ബട്ടണിൽ സെലക്ട് ചെയ്യുക. ഇവിടെയാണ് നമ്മൾ ആ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യേണ്ടത്. ആ ഒരു വീഡിയോ ഇവിടെ ലോഡിങ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മൾ ബ്രൗസറിൽ നമ്മളൊരു വീഡിയോ ജസ്റ്റ് ഒന്ന് കാണുന്ന ഉടനെ തന്നെ ഈ ഒരു ബട്ടണിലേക്ക് ആ ഒരു വീഡിയോ ലോഡ് ആകാൻ തുടങ്ങുകയാണ്. അങ്ങനെയാണ് ഈ ഒരു സംഭവം വർക്കാവുന്നത്. ഏത് വീഡിയോ ആണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ മിക്കവാറും ഒരു 95% വീഡിയോകളും ഇങ്ങനെ തന്നെ ഇതിനകത്തോട്ട് ലോഡ് ആയിക്കോളും. നമുക്ക് മാനുവലായിട്ട് ഇതിനകത്ത് ഒന്നും ചെയ്യാനില്ല, പകരം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെയാണ് ഇങ്ങോട്ട് ലോഡ് ആവുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കിവിടെ പ്ലേ ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ അത് ലോഡായി വന്നിട്ടുണ്ട്. അതിൻ്റെ സൈസ് കാണിക്കുന്നുണ്ട് 1.17 MB എന്നുള്ളത്. അത് ഫാസ്റ്റ് ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഭാഗം ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ വൈഫൈയിൽ അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ കൊടുത്ത് വിടുക. കണ്ടിന്യൂ കൊടുത്ത് വിട്ട് കഴിയുമ്പോൾ ഒരു പരസ്യം കാണിക്കും. അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം ഇവിടെ ഏറ്റവും താഴെ നടുക്കൊരു ബട്ടൺ ഉണ്ട്, ഡൗൺലോഡർ എന്ന് പറഞ്ഞൊരു ബട്ടൺ. ആ ബട്ടൺ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ വരും. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് വിടുക. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഫയൽസ് ഡൗൺലോഡ് ചെയ്യുന്നതെല്ലാം കാണിക്കുന്നത്. അപ്പോൾ ഇതിലും ഒരുപാട് ആഡ്സ് ഒക്കെ ഉണ്ട്, എങ്കിൽ പോലും ഇത് ഒരുപാട് ഉപകാരമുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇവിടെ കുറച്ച് റേഞ്ച് ഇഷ്യൂ, ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് നെറ്റ്വർക്ക് സ്ലോ കാണിക്കുന്നത്. കുറച്ച് നേരം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഡൗൺലോഡിങ് ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, ആ വീഡിയോ ഡൗൺലോഡ് ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് എവിടെയാണ് കാണാൻ പറ്റുക എന്ന് നോക്കാം. ജസ്റ്റ് നമ്മുടെ ഫയൽ മാനേജറിലേക്ക് പോകാം. അവിടെ ഇൻറ്റേർണൽ സ്റ്റോറേജിനകത്ത് ഏറ്റവും താഴേക്ക് വന്നു കഴിയുമ്പോൾ വീഡിയോ ഡൗൺലോഡർ എന്നൊരു ഭാഗം കാണും. അവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഭാഗത്തായിരിക്കും നമ്മുടെ വീഡിയോസ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് ഞാൻ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത ആ വീഡിയോ ആണ്. കണ്ടില്ലേ, നമ്മൾ മുമ്പേ ഡൗൺലോഡ് ചെയ്ത അതേ വീഡിയോ തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു തരത്തിൽ നിങ്ങൾക്ക് ഏത് വീഡിയോസും ഇൻ്റർനെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ ജസ്റ്റ് ബാക്കിലോട്ട് പോയതിനു ശേഷം അതൊക്കെ ക്ലോസ് ചെയ്ത് വിടുക. നിങ്ങൾക്ക് റേറ്റ് ചെയ്യണമെങ്കിൽ റേറ്റ് ചെയ്യാം. അതൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് വിടുക. അതിനുശേഷം നമ്മൾ വീണ്ടും വേറൊരു വീഡിയോ സെലക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ബട്ടണിൽ ആ ഒരു വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്, 1.01 MB എന്നുള്ളത്. അത് ഡൗൺലോഡ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് എത്ര വീഡിയോസ് വേണമെങ്കിലും ഏതൊക്കെ ഇഷ്ടപ്പെട്ട വീഡിയോസ് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വെബ്സൈറ്റുകളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്.
അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഉറപ്പായിട്ട് നിങ്ങളൊരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിടുക. അതിനുശേഷം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോകൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ, ഈ ഒരു ബ്രൗസർ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നമുക്കിനി അടുത്തൊരു വീഡിയോ കാണാം. ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ ബെൽ ഓൾ ആക്കി വയ്ക്കാനും മറക്കരുത്. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.